കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ക്ലാസ്സിൽ പോലും സാർ പോഡ്കാസ്റ്റുകളിൽ റീഡിങ്ങിന് എങ്ങനെയാണ് അവർ ക്രാക്ക് ചെയ്തതെന്ന് ചോദിക്കുന്നത്. റീഡിങ് അത്രത്തോളം ടഫാന്ന് കരുതുന്നു. എങ്ങനെയായിരുന്നു റീഡിങ് ഫോക്കസ് ചെയ്യാനായിട്ട് വേറെ ഒരു മാർഗ്ഗവും ഇല്ല. ടീച്ചേഴ്സ് പറയുന്ന രീതി നമ്മൾ ഫോളോ ചെയ്തിട്ട് പക്ക, അതായത് ഒരു ക്വസ്റ്റ്യനെ ഒരു രീതി മാത്രം എടുക്കാതെ പല ആംഗിളിൽ കൂടെ കണ്ടിട്ട് അതിനെ സോൾവ് ചെയ്യാനായിട്ട് നോക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. എന്നിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാവൂ. സാധാരണ എല്ലാവർക്കും ഉണ്ട് ആദ്യമേ തന്നെ ആൻസർ എന്താണെന്ന് നോക്കാനുള്ള ഒരു എന്താ പറയുക ആഗ്രഹം, നേരത്തെ ആൻസർ കണ്ടിട്ട് ആ ആൻസറിലേക്ക് പോകാൻ. നോ, നമ്മൾ ആൻസർ കണ്ടെത്തണം നമ്മുടേതായ പല രീതിയിൽ. എന്നിട്ട് അതിൻ്റെ ആൻസർ നോക്കുമ്പം ഓഫ് കോഴ്സ് നമുക്കത് കിട്ടും. നമുക്ക് എക്സ്പീരിയൻസിൽ വെച്ചിട്ട് റീഡിങ്ങിൻ്റെ സാധനങ്ങൾ വന്നിട്ടുണ്ട്, പിന്നെ ക്ലിനിക്കൽ നോളജ് വെച്ചിട്ടും വരുന്നുണ്ട്, പിന്നെ നമ്മൾ ഒന്നും കേൾക്കാത്തതാണെങ്കിൽ ഈ സെയിം എൻ്റെ എക്സാമിന് ഞാനത് യൂസ് ചെയ്തായിരുന്നു. ലാസ്റ്റ് പാസേജ് നോക്കി അതിന് മുമ്പത്തെ പാസേജ് നോക്കി ഏതാണ് കമ്പാരിറ്റീവ്ലി ഈസിയർ എന്ന്. സോ എക്സാമിൻ്റെ ടൈമിൽ കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള സാധനം ആദ്യം നോക്കിയിട്ടാണ് മാഡംസ് സെയിം പറഞ്ഞത്. ഈ ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ടീച്ചേഴ്സ് അക്കാഡമി ചെല്ലുമ്പോഴത്തേനും നമ്മുടെ മാഡംസ് പറഞ്ഞു തരുന്നുണ്ട്. ഇത് ഒന്നും ന്യൂ ആയിട്ടുള്ള കാര്യമല്ല, കാരണം ഇത് നിങ്ങൾ ദിവസം ടീച്ചേഴ്സ് അക്കാഡമിയുടെ പേജിൽ കൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സോ ഇത് പുതിയ കാര്യമൊന്നുമല്ല, ബട്ട് ഇതാണ് ഓൾ അബൌട്ട് റീഡിങ്.